എല്ലാവർക്കും നവവത്സരാശംസകൾ ആദ്യം തന്നെ നേരുക. നമ്മളിന്ന് 2026 പ്രവേശിച്ചിരിക്കുക. ലോകത്തെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷാപരമായ ഒരു കാലം ശക്തിയായി തുടരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. എന്താണ് ഈ സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിർപ്പുകാർക്ക് അടക്കമുള്ള ആളുകളുടെ പേര് കൂടി രംഗത്തേക്ക് വന്നു പറയുന്നുണ്ട്. അപ്പൊ UDF ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കഥയ്ക്ക് അത് വിരാമമാവുകയാണ്. ഞങ്ങളതിൽ ആദ്യം മുതലേ എടുത്ത ഒരു നിലപാടുണ്ട്. CPI-യും 3 കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു. 3, അവരാരായാലും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിയോ ഗവൺമെൻറ്റോ എടുക്കില്ല. ഇതിലാണ് ഞങ്ങൾ അന്നു മുതലേ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട്. അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അന്വേഷണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം SIT-യെ പൂർണ്ണമായിട്ട് പിന്തുണച്ചവരാണ് UDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ്, അവർ തന്നെയാണ് SIT രൂപീകരിച്ചത്. അല്ലാതെ ഹൈക്കോടതി നിർദ്ദേശിച്ച് ഗവൺമെൻറ് രൂപീകരിച്ചതല്ല. ജുഡീഷ്യറിയുടെ തന്നെ ഭാഗമായിട്ട് അവർ തന്നെ തീരുമാനിച്ച് അവർ തന്നെ നിശ്ചയിച്ചതാണ് SIT. വിജിലൻസ് അന്വേഷണം നടക്കുന്ന ആദ്യഘട്ടത്തിൽ CPIM ആണ് കൃത്യമായിട്ട് ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം SIT നടത്തണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഹൈക്കോടതി യഥാർത്ഥത്തിൽ SIT അന്വേഷണത്തിൽ ഉത്തരവിടുകയും അവിടെ തന്നെ മുൻകൈയോടുകൂടി നേതൃത്വത്തിൽ ഈ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഈ അന്വേഷണം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കുമെല്ലാം എതിരായി അതിശക്തിയായ ഈരടികളും പാട്ടും എല്ലാമായിട്ട് ആഘോഷിച്ചു. ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെ ഉറച്ചു നിന്നു. ജനങ്ങൾക്കറിയാം, അയ്യപ്പൻ്റെയോ വിശ്വാസികളുടെയോ പണം തട്ടുന്ന ഒരു പാർട്ടിയല്ല CPIM എന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും അന്ന് നോട്ടീസായും പ്രചരണമായും പാട്ടായും UDF-ഉം BJP-യും എല്ലാം പാർട്ടിക്കെതിരായി ഈ സ്വർണ്ണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവതരിപ്പിച്ചു. ഇപ്പോഴന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് വരുമ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ കണ്ട കാര്യം, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിയെ പല പ്രാവശ്യം സന്ദർശിക്കുന്നു. അവിടെ കയ്യിൽ എന്തോ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, സമ്മാനം കൊടുക്കുന്നത് കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണ പോറ്റി മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബെല്ലേരിയിലെ സ്വർണ്ണ വ്യാപാരിയും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അതോടൊപ്പമാണ് ഇന്നത്തെ കേരളത്തിലെ UDF-ൻ്റെ കൺവീനർ അതിൽ ആ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഒരു MBA-യും നമ്മൾ കാണുന്നത്, ആൻഡ്രോ ആൻ്റണി. ആരാണ് അപ്പോയിൻമെൻറ്റ് ഇവർക്ക് വാങ്ങിക്കൊടുത്തത്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു. സാധാരണ നിലയിൽ മുമ്പത്തെ പരിസ്ഥിതിയിൽ കരുണാകരന് പോലും യഥേഷ്ടം കാണാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഇവർ കാണാൻ പോയിട്ടുള്ളതും കണ്ടതുമായ ഫോട്ടോ പങ്കിട്ടതുമായ ആള് വ്യക്തി. അപ്പോൾ എങ്ങനെയാണ്, ആരാണ് ഈ അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ച് കൊടുത്തത്? അത് പറയുന്നില്ല. MP ആണോ അല്ല വേറെ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണോ? ഈ കള്ളക്കടത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊള്ളയുടെ പ്രധാനപ്പെട്ട വക്താവും ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് കൃത്യമായിട്ട് അവിടെ തന്നെ സ്വർണം എടുത്തല്ലോ, സ്വർണം കണ്ടെത്തി.
അവർ എന്തടിസ്ഥാനത്തിലാണ് ഇവരെല്ലാമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ട് നിന്നത് എന്നതിന് ഉത്തരം പറയേണ്ടിയുണ്ട്. ചോദ്യം ചെയ്യുമെന്നാണ് വാർത്താ മാധ്യമത്തിലൂടെ ഇന്ന് കാണാൻ കഴിഞ്ഞു. ഇന്നലെ വരെ CPIM-നെതിരായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പ്രചരിപ്പിച്ച് ആഹ്ലാദഭരിതരായിരുന്ന വി.ഡി. സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലിനും കോൺഗ്രസ് നേതാക്കന്മാർ, UDF നേതാക്കന്മാർ ഈ വാർത്ത പുറത്തു വരുന്ന ആ നിമിഷത്തോടുകൂടി മാറുകയാണ്. എത്ര അവസരവാദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് നോക്കൂ. എന്താ അവർ പറയുന്നത്? SIT-യിൽ സംശയമുണ്ടെന്ന്. SIT ഇന്നലെ വരെ അംഗീകരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം കോൺഗ്രസ് ഐയുടെ നേതാക്കന്മാരായ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരുടെ നേരെ നീങ്ങുന്നു എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് SIT-യെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ സംഭവം അവരിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ കൊള്ള ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ ബോധപൂർവമുള്ളൊരിടപാട്. ആ ഇടപെടലിനെ കേരളം അംഗീകരിക്കില്ല. കേരളത്തിൽ നന്നായിട്ട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വളരെ ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു. ഞങ്ങളതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നു. ആ പിന്തുണ അന്നും ഇന്നും എല്ലാം ഒരേപോലെ തുടരുകയാണ്. ആരെയും ഞങ്ങൾ നോക്കിയിട്ടില്ല. ആരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ജയിലിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല. ആരായാലും ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ആരായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. സ്വർണം നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടണം. അവരാരായാലും അവരെ രക്ഷിക്കുന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോവില്ല. ഇതാണ് അന്ന് മുതലെടുത്ത നിലപാട്. അതേ നിലപാട് ഇപ്പോഴും തുടരുക. എന്നാൽ അവസരവാദപരമായ നിലപാട് UDF തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഇതാണ് പ്രശ്നം. മറ്റൊന്ന് ഈ വെള്ളാപ്പള്ളി CPI വിശേഷിപ്പിച്ചത് ചതിയൻ ചത്തു എന്നാണ്. അങ്ങനെ ഒരു മനോഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് CPM-നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല. ഞങ്ങൾ ആരുടെയെങ്കിലും നിലപാട് അന്വേഷിച്ച് നോക്കുന്ന നിലപാടല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPI-യും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ. അത് ഉത്തരം പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ചോദിക്കാതെ ഉത്തരം പറയുക. വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ SNDP അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പരാമർശമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. സർക്കാർ അനുമതി നൽകുന്നില്ല, സ്ഥലമുണ്ടെങ്കിലും അനുമതി നൽകുന്നില്ല എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭരണപരമായ കാര്യങ്ങളാണ്. അതിൻ്റെ സാങ്കേതികവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന് മാത്രമേ അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ സാധിക്കും. ഞങ്ങൾക്ക് അതിൻ്റെ മറുപടി. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPIM-ന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പ് ഇപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുക്കേണ്ട കാര്യം. അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഈ CPI-യുടെ വിമർശനങ്ങൾ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നത് ഈ PMC അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായ വീഴ്ച അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് CPM അംഗീകരിക്കുന്നത് അല്ല, അത് അവരെന്നെ പറഞ്ഞില്ല. അതല്ല, അവരെ നിങ്ങൾ വാർത്തയായിട്ട് കൊണ്ടുവരുന്നതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് LDF അടുത്ത പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത ആഴ്ചയോടുകൂടി ആ റിവ്യൂ നടത്തുമ്പോൾ എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാരണ എന്നുള്ളത് പറയും. ഓരോരോ പാർട്ടി എടുത്ത നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും പറയാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയും. ഇത് അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ഉത്തരവ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ